ലെബനോനിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ചരിത്ര മുഹൂർത്തം ഇന്ന് നിറവേറുകയാണ്. പോപ്പ് ലിയോ 14 മാർപ്പാപ്പ വിശുദ്ധ ഷർബേലിന്റെ കബറിടം ഇന്ന് സന്ദർശിക്കുകയാണ്. വിശുദ്ധ ഷർബേൽ അറിയപ്പെടുന്നത് തന്നെ അത്ഭുതങ്ങളുടെ വിശുദ്ധൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതവും അത്ഭുതങ്ങളും ലെബനിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും മറ്റ് മതവിഭാഗങ്ങളുടെയും ആത്മീയതയുടെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ പോപ്പ് ലിയോ 14 ലെബനനിലെ സെന്റ് ഷർബേലിന്റെ കബറിടം സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. ഇതൊരു ചരിത്ര സന്ദർഭമായിട്ട് മാറുകയാണ്. 2025 ഡിസംബർ 1 തീയതി 9:45 ലെബനോനിലെ അനായയിലെ മാർ ഷർബേലിന്റെ കബറിടം ലിയോ 14 മാർപ്പാപ്പ സന്ദർശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി പാപ്പായുടെ സന്ദർശനത്തിനു വേണ്ടി അനായ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ ഷർബേൽ ലെബനോനിലെ മാറോനൈറ്റ് കത്തോലിക്ക സഭയുടെ സന്യാസിയും വിശുദ്ധനുമാണ്. അനായയിലെ സെന്റ് മാരോൺ മഠത്തിൽ അദ്ദേഹം ദീർഘകാലം സന്യാസ ജീവിതം നയിച്ചു. ഈ പ്രദേശത്താണ് ഇന്ന് മാർപ്പാപ്പ സന്ദർശനം നടത്തുന്നത്. ആത്മസംയമനം, പ്രാർത്ഥന, ഉപവാസം എന്നിവയിലൂടെ അദ്ദേഹം ആത്മീയതയുടെ ഉയർന്ന തലങ്ങളിൽ എത്തി. മരണാനന്തരം നിരവധി അത്ഭുതങ്ങളാണ് അദ്ദേഹത്തിന്റെ കബറിടത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനാൽ അദ്ദേഹത്തെ അത്ഭുതങ്ങളുടെ വിശുദ്ധൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പോലും ഇവിടെ വന്ന ആൾക്കാർ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിയതിന്റെ നന്ദി പ്രകാശനം അയച്ചു കൊടുത്തത് ഇവിടെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സന്യാസിയും പുരോഹിതനുമായ വിശുദ്ധ ഷർബേൽ 1828 മെയ് 8 വടക്കൻ ലെബനോനിലെ ഒരു ചെറിയ ഗ്രാമമായ ബെക്കായിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതം അഗാധമായ ഭക്തിയും വിശ്വാസം കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു. ചെറുപ്പം മുതലേ അദ്ദേഹം പ്രാർത്ഥനയ്ക്കും ഏകാന്തതയ്ക്കും സമയം ചെലവഴിച്ചിരുന്നു. ഷർബേലിന് 3 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് അന്തരിച്ചു. പിന്നീട് പൗരോഹിത്യത്തോടും സഭയോടുമുള്ള ഒരു സമ്പർക്കം ഷർബേലിന്റെ ആത്മീയ വികാസത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തി. കുടുംബത്തോടൊപ്പം ആട് മേയിച്ചും പ്രാർത്ഥനയിലൂടെ അദ്ദേഹം ആത്മീയ ജീവിതം മുന്നോട്ട് നയിച്ചു. 1851 23-ാമത്തെ വയസ്സിൽ ഷർബേൽ അവർ ലേഡി ഓഫ് ആശ്രമത്തിൽ പ്രവേശിച്ചു. ലെബനീസ് മാറോനൈറ്റ് ക്രമത്തിലാണ് അദ്ദേഹം ചേർന്നത്. പിന്നീട് അദ്ദേഹം അനായയിലെ സെന്റ് മാറൂന്റെ ആശ്രമത്തിലേക്ക് മാറി. അതായത് ഇന്ന് ലിയോ 14 മാർപ്പാപ്പ സന്ദർശിക്കുന്ന അതേ ആശ്രമത്തിലേക്കാണ്. ഇത് നമ്മളിപ്പോൾ ഇന്ന് ലിയോ മാർപ്പാപ്പ പ്രവേശിക്കുന്നത് താഴെയുള്ള വിശുദ്ധ ഷർബേലിന്റെ ബോഡി വെച്ചിരിക്കുന്നതായ സ്ഥലത്താണ്, കബറിടം ചെയ്തിരിക്കുന്ന കബറിടത്തിലാണ് സന്ദർശിക്കുന്നത്. ഇതിന് തൊട്ട് മുകളിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അവിടെ 2-ാം നൂറ്റാണ്ടിൽ ഒരു ക്രിസ്തീയ രക്തസാക്ഷിയുടെ പേരിലാണ് അദ്ദേഹം ഷർബേൽ എന്ന സന്യാസ നാമം സ്വീകരിച്ചത്. 1859 വിശുദ്ധ ഷർബേൽ ഒരു പുരോഹിതനായി അഭിഷേക്തനായി. അടുത്ത 16 വർഷം ആശ്രമത്തിൽ അദ്ദേഹം ചെലവഴിച്ചു. വിശുദ്ധ കുർബാനയോടും അസാധാരണമായ ഒരു ഭക്തിയും കഠിനമായ സന്യാസചര്യകളും അദ്ദേഹം ജീവിതത്തിൽ അഭ്യസിപ്പിച്ചു. 1875 അനായയിലെ ആശ്രമത്തിനോടടുത്തുള്ള വിശുദ്ധരായ പീറ്ററിന്റെയും പോളിന്റെയും ഹെർമിറ്റേജിൽ താമസിച്ചുകൊണ്ട് ഒരു സന്യാസിയാകുവാൻ ഷർബേലിന് അനുമതി ലഭിച്ചു. അടുത്ത 23 വർഷക്കാലം സന്യാസ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് അസാധാരണമായ പ്രാർത്ഥന, ഉപവാസം, ശാരീരിക അധ്വാനം എന്നിവയിലൂടെ അദ്ദേഹം സന്യാസ ജീവിതം പൂർത്തീകരിച്ചു. രോഗികളെയും അന്ധരെയും സുഖപ്പെടുത്തുകയും സ്വപ്നങ്ങളിൽ ആളുകൾക്ക് പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ നിരവധിയായ അത്ഭുതങ്ങളാണ് വിശുദ്ധ ഷർബേൽ തൻ്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 1898 ഡിസംബർ 24 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. രോഗശാന്തി ഗുണമുള്ള ഒരു നിഗൂഢമായ എണ്ണ പോലുള്ള ഒരു പദാർത്ഥം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വരികയുണ്ടായി. ഇന്നും അവിടെ വന്ന ആൾക്കാർ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. 1965 പോൾ 6 മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത്. 1977 വീണ്ടും വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആദിയാനിക യുഗത്തിൽ ആദ്യത്തെ ലെബനീസ് വിശുദ്ധനാണ് വിശുദ്ധ ഷർബേൽ. ഷർബേലിന്റെ പാരമ്പര്യം ലെബനന് അപ്പുറത്തേക്കും വ്യാപിച്ചു. ഇന്ത്യയിൽ നിന്ന് പോലും അനേകം ആൾക്കാർ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അത്ഭുതങ്ങൾ നടന്നതിൻ്റെ സാക്ഷ്യം ഇവിടെ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഷർബേലിൻ്റെ മഹത്വം ലെബനനിൽ മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്ഭുതങ്ങളുടെ അത്ഭുത പ്രവർത്തകൻ എന്ന് വിശുദ്ധ ഷർബേലിനെ വിശേഷണം ചെയ്തിരിക്കുന്നത്.